പലരും തീർച്ചയായിട്ടും. എന്നെ പറയുന്നത് ഞാൻ ഒരു സൈക്കോ എഴുത്തുകാരിയാണെന്ന്. ഞാൻ എന്റെ വായനക്കാരെ ഇത്രയൊക്കെ കഷ്ടപ്പെടുത്തുന്നെന്ന് ഗീതാഞ്ജലി പറയുമ്പോ എനിക്ക് വളരെ സങ്കടമുണ്ട്. കാരണം സൈക്കോമാരും വളരെ വളരെ ക്രൂരമായ സംഗതികളാണ് ഞാൻ എഴുതി വെക്കുന്നത്. അവർക്ക് ഉറങ്ങാൻ പറ്റത്തില്ല എന്നൊക്കെ പുതിയ തീർച്ചയായിട്ടും. കാലത്തെ പിള്ളേരുണ്ടല്ലോ ജെൻസി കുട്ടികളൊക്കെ. അതല്ലാതെ എന്താ മാർഗം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ എഴുതിയിട്ട് പോലും ഈ ആണെഴുത്തുകാരന്മാരുടെ കൂട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ വലിയ പ്രയാസമാണ്. അപ്പൊ ഞാൻ പഴയതുപോലെ നിലാവിനെയും ചന്ദ്രനെയും പുഴയെയും ഒക്കെ കുറിച്ചായിരുന്നു എഴുതിയിരുന്നെങ്കിൽ ഇവരൊക്കെ വെച്ചേക്കും. സ്വാഭാവികമായിട്ടും ഇതൊരു വലിയ യുദ്ധമാണ്. ഈ ഈ പറഞ്ഞ ആൺകോയ്മയോട് യുദ്ധം ചെയ്യാൻ നമ്മുടെ കയ്യിൽ അവരുടെ ടൂൾസ് മാത്രമേ ഉള്ളൂ. അതെന്താണ്? പരിഹാസം, ചോദ്യം ചെയ്യൽ, പ്രതിഷേധം, സമരം ഇതൊക്കെ ഉള്ളൂ. എഴുതുന്ന സ്ത്രീകളെയൊക്കെ പുരുഷന്മാരങ്ങ് പ്രോത്സാഹിപ്പിക്കുന്നതാ വിചാരം? അങ്ങനെയല്ല. അതെത്ര നമ്മളെങ്ങനെയൊക്കെ നമ്മള് മികച്ച എഴുത്തുകാരിയാണെന്നൊക്കെ ബോധ്യപ്പെടുത്തിയാലും, എവിടെയെങ്കിലും ചവിട്ടി താഴ്ത്താൻ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അവർ ചവിട്ടിയിരിക്കും.